ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ എനർജി നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇന്ന് ധാരാളമായിട്ട് പണം കിട്ടും എന്ന് പറയുന്നുണ്ട്. പണത്തിൻ്റെ അധിപനാണ്, പണത്തിൻ്റെ രാജാവാണ് എന്നാണ് കാണുന്നത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളൊരു ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗെയിൻ, ഫിനാൻഷ്യൽ ഗെയിൻ ഉള്ളൊരു ദിവസമായിരിക്കും ഇത്. അതുപോലെ ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ ബിസിനസ് ചെയ്യുന്ന ആളല്ല എന്ന് വിചാരിക്കാം, നിങ്ങളൊരു നോർമൽ പേഴ്സൺ ആണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ദിവസമാണ്. അപ്പോൾ ധാരാളം പണം വന്നു ചേരും എന്ന് കാണുന്നുണ്ട്. അതുപോലെ പണം നമ്മളിലേക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെപ്പോലെ തന്നെ ഈ പണത്തിന് അർഹതയുള്ള മറ്റാളുകളും ഉണ്ട്. അപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്കും കൂടെ സഹായം ചെയ്യണം, ദാനം ചെയ്യണം, ജനറസ് ആയിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ പണം വന്നു ചേരുമ്പോൾ നമ്മൾ കൂടുതൽ വിനയത്തോടു കൂടി ഇരിക്കുക, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടിരിക്കുക, പിന്നെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. എന്തായാലും ഇന്ന ദിവസം പണം ധാരാളമായിട്ട് വന്നു ചേരും എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഫസ്റ്റ് കാർഡ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്. 2 ഡെത്ത് കാർഡാണ്. ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അതായത് നമ്മളിൽ ഒരു പരിവർത്തനം സംഭവിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ, ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആവുന്നു എന്നാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് ആണ്. അതായത് ഒരു കാർമിക് സൈക്കിള് എൻഡ് ആവുന്നു. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. നമ്മളായിട്ട് ചിലപ്പോൾ അത് ഡെത്ത് ആക്കുന്നതായിരിക്കും, അതല്ലെങ്കിൽ യൂണിവേഴ്സായിട്ട് തന്നെ അത് ഡെത്താക്കി കളയുന്ന പോലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ ഒരു എൻഡ് ഓഫ് ആൻ ഇറയാണ്. ഒരു സൈക്കിള്, ഒരു കാർമിക് സൈക്കിള് എൻഡായി പോകുന്നു എന്നാണ്. ചിലപ്പോൾ നമ്മളായിട്ട് തന്നെ മനഃപൂർവ്വം ചില കാര്യങ്ങൾ, എന്നാൽ ശരി ഇത് എനിക്ക് ആവശ്യമില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ഇതിന് ഞാൻ അധികം സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്കിത് ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളായിട്ട് എടുത്ത് കളയുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുന്നതായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടാത്ത രീതിയിലാക്കും. യൂണിവേഴ്സ് തന്നെ ചില തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിനെ നിങ്ങൾ വെറുക്കുന്ന രീതിയിലാക്കി തരും. അപ്പോൾ നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മൾ തന്നെ അതിനെ എടുത്ത് കളയാൻ തയ്യാറല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ അതിനെ എടുത്ത് കളഞ്ഞോളും. അതാണ് ഡെത്ത് കാർഡ്. പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ബാഗിനകത്തായിരിക്കാം, നമ്മുടെ റൂമിലായിരിക്കാം, നമ്മുടെ വീട്ടിലായിരിക്കാം, നമ്മുടെ മനസ്സിലായിരിക്കാം. നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ എടുത്ത് കളയേണ്ടുന്ന സമയമായി എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളിന്ന് വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടായിരിക്കും, ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് കത്തിച്ച് കളയുകയോ ഒഴുക്കി കളയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അടുക്കിപ്പറക്കി കളയാൻ വേണ്ടിയിട്ട്, ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങളതിനെ എടുത്ത് വെക്കുന്നതും ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഡെത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് സൈക്കിൾ എന്താവുന്നതായിട്ടും ഒരു പരിവർത്തനം സംഭവിക്കുന്നതായിട്ടും വേണ്ടാത്ത കാര്യങ്ങൾ ലൈഫിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുന്നതായിട്ടാണ് ഡെത്ത് കാർഡ് പറയുന്നത്. ദെൻ ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുന്നു എന്നാണ്. അപ്പോൾ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ആകണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. ഒരു കാര്യം, ഒരു ക്ലാരിറ്റി കിട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നതാണ് ഒരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സംഭവിച്ചതിൻ്റെ കാര്യകാരണം നമുക്ക് മനസ്സിലാവണമല്ലോ, അത് കർമ്മ പൂർത്തിയാവാൻ. അപ്പം അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് മെൻ്റൽ ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ കുറച്ച് ആളുകൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാകും, പുതിയൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവുക, പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുക. അതുപോലെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് ഏസ് ഓഫ് സോർഡ്സ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അതിലേക്ക് പോകുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ എന്തിനാണ് ഈ ജീവിതം, ഈ ജന്മം നിങ്ങൾക്ക് എന്തിനാണ് തന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടുന്നതും അതുമായി ബന്ധപ്പെട്ടിട്ടൊരു ക്ലാരിറ്റി വരിക, അതുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യം പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ആ പുതിയ മേഖലയിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുക, അതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് സോർഡ്സ്. പിന്നെ ആയുധങ്ങൾ കൊണ്ട് മുറിവുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ വഴക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് ന്യൂ കോൺഫ്ലിക്റ്റും കൂടിയാണ്, അതുകൊണ്ട് പുതിയ വഴക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതും കൂടെ ശ്രദ്ധിക്കണം. അതാണ് ഏസ് ഓഫ് സോർഡ്സ്. ദെൻ നെക്സ്റ്റ് 6 ഓഫ് വാണ്ട്സ് ആണ്. ഇതൊരു റീയൂണിയൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണുന്നതായിരിക്കാം, ആ ആളുമായി കൂടി ചേർന്ന് ഒരു യാത്ര പോകുന്നതായിരിക്കാം, അവരോടൊപ്പം അടുത്ത് പോയിരിക്കുന്നതായിരിക്കാം. അതൊക്കെയാണ് 6 ഓഫ് വാണ്ട്സ് പറയുന്നത്. ഒരു റീയൂണിയൻ്റെ കാർഡാണിത്. അതുപോലെ
സിക്സ് ഓഫ് വാൺസ് പബ്ലിക് റെക്കഗ്നീഷൻ്റെയും കൂടെ കാർഡാണ്. സക്സസ് ആൻഡ് വിക്ടറിയുടെ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആരെയാണോ സക്സസ്ഫുൾ എന്ന് വിചാരിക്കുന്നത് അവർ സക്സസ്ഫുൾ ആകുന്നു, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നു, നിങ്ങൾക്ക് വിക്ടറി ഉണ്ടാവുന്നു. ഇതൊക്കെയാണ് സിക്സ് ഓഫ് വാൺസ് പറയുന്നത്. അതായത് നിങ്ങൾ പറഞ്ഞ വശം നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും, അതാണ് സിക്സ് ഓഫ് വാൺസ്. പ്ലസ് പബ്ലിക് റെക്കഗ്നീഷനും കൂടിയാണ്. അതായത് നിങ്ങൾ ചെയ്തൊരു പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ അനുമോദിക്കപ്പെടുക, നിങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കുക, ആദരിക്കുക, നിങ്ങളുടെ ഒരു പ്രവൃത്തിയെ പ്രകീർത്തിക്കുക. ഇതൊക്കെയാണ് ഈ പറഞ്ഞ പബ്ലിക് റെക്കഗ്നീഷൻ. അതായത് നിങ്ങൾ ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർ അംഗീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് നന്നായി എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുന്നതാണ് ഈ സിക്സ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു സക്സസിൻ്റെ വിക്ടറിയുടെ കൂടെ കാർഡാണ് സിക്സ് ഓഫ് വാൺസ്. പിന്നെ സെവൻ ഓഫ് കപ്സ് ആണ്. ഇത് നിങ്ങൾ ഇന്ന് ഫോക്കസ്ഡ് ആയിരിക്കത്തില്ല. അതായത് പല കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്, പല ഓപ്പർച്യൂണിറ്റീസും പല ഓപ്ഷൻസും ഉണ്ട്, പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ്ഡ് ആയിരിക്കത്തില്ല, പല കാര്യങ്ങളിലായിരിക്കും നിങ്ങളുടെ ചിന്തകളിരിക്കുന്നത്. ചില ആളുകൾക്ക് വീട് പണി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ വീട് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ വീട് പണിയുന്നതുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ ഇന്ന് ലൈഫിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. സെവൻ ഓഫ് കപ്സ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ പണയം വെക്കുക, പണയം എടുക്കുക, ലോൺ വെക്കുക, ലോൺ എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ലോണൊക്കെ എടുക്കാൻ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ലോൺ പാസ്സാവുന്നതൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതാണ് സെവൻ ഓഫ് കപ്സ് എന്ന് പറയുന്നത്. പിന്നെ പാരമ്പര്യ സ്വത്തുക്കളിൽ നമുക്ക് അവകാശം കിട്ടുന്നതായിരിക്കാം. പിന്നെ ബന്ധങ്ങളിൽ ചിലപ്പോൾ റീയൂണിയൻ ഉണ്ടാകുന്നതായിരിക്കും. അതൊക്കെയാണ് സെവൻ ഓഫ് കപ്സ് കേട്ടോ. അതായത് ഫോക്കസ്ഡ് അല്ല, ഒരു കാര്യമല്ല, ഒന്നിലധികം കാര്യങ്ങൾ, എന്നും ചെയ്യുന്നതല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ന് ബാങ്കിൽ പോവുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത. ബാങ്കിൽ പോവുക, എന്നും ചെയ്യുന്ന, അതായത് നിങ്ങളുടെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ മറ്റെവിടേക്കോ നിങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് പോകുന്നതാണ് സെവൻ ഓഫ് കപ്സ്. ദെൻ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, പണം മാനിഫെസ്റ്റ് ചെയ്യുക, പണം ധാരാളമായി വന്നു ചേരുക എന്നാണ്. അതായത് പണം നിങ്ങൾ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പണം സ്വരുക്കൂട്ടി വെക്കുന്നുണ്ടാവും. ആ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പണം അതായത് ആവശ്യത്തിന്, ആ ദിവസം ആ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു എമൗണ്ടിനെ കളക്ട് ചെയ്യുന്നതാണ്, അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. പിന്നെ പണത്തിൻ്റെ മൂല്യം മനസ്സിലാവുന്ന രീതിയിൽ പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കുക, പണത്തിനെ വിലമതിക്കുക, അതൊക്കെയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ഇത് വീണ്ടും പണം ധാരാളമായിട്ട് വന്നു ചേരുമെന്ന് പറയുന്നതാണ്. അതായത് ഒരു കർഷകൻ അയാളുടെ കഠിനമായ അധ്വാനത്തിന് ശേഷം ആദ്യത്തെ പണം കയ്യിൽ സ്വീകരിക്കുന്ന ദിവസമാണ്. അപ്പോൾ അതിനർത്ഥം പണം ധാരാളമായി വന്നു ചേരും എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ പണം കിട്ടുമെന്നൊരു പ്രതീക്ഷ നമുക്ക് കിട്ടുന്നതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇത് ചിലപ്പോൾ ചില മനുഷ്യർക്ക് ചില ആളുകളെ, അവരുടെ വളരെ പ്രിയപ്പെട്ടതായ ചില ആളുകളെ മിസ് ചെയ്യുന്നുണ്ടാവും, അവരോട് സംസാരിക്കണം തോന്നുന്നുണ്ടാവും, അവരെ കാണണമെന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജി കൂടിയാണ് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. നെക്സ്റ്റ് കിങ് ഓഫ് കപ്സ് ആണ്. വളരെയധികം സ്നേഹം തോന്നും. ചിലപ്പോൾ വഴക്കുണ്ടാക്കി പിണങ്ങിയൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട്, ഇപ്പോൾ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണുള്ളത്, നിങ്ങൾ തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വഴക്കുണ്ടാക്കി മാറി നിൽക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് എത്രത്തോളം സ്നേഹമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോടുള്ളത് എന്ന് നിങ്ങൾക്ക് വ്യക്തമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവരോട് ഭയങ്കരമായ സ്നേഹം തോന്നുക, ആ ഒരു പിണക്കമൊക്കെ മാറുന്ന സമയത്ത് ഭയങ്കര സ്നേഹം, ആ സ്നേഹത്തിൻ്റെ ഒരു ആഴം, അതൊക്കെ ഡെപ്തൊക്കെ മനസ്സിലാവുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്നേഹമുണ്ടെങ്കിൽ അത് സ്നേഹം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് കിങ് ഓഫ് കപ്സ് എപ്പോഴും നമ്മളോട് പറയുന്നത്. നമുക്ക് സാഹചര്യം തീരെ അനുകൂലമായിരിക്കത്തില്ല, പക്ഷേ ഉള്ളിൽ സ്നേഹമുണ്ട്. എൻ്റെ സാഹചര്യം അനുകൂലമല്ല, അപ്പോൾ ഞാനതൊക്കെ ഓക്കെ ആയിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കാം എന്ന് പറഞ്ഞാൽ ആ സ്നേഹം സ്വീകരിക്കേണ്ട ആൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇല്ലെങ്കിലോ, അതുകൊണ്ട് നമ്മളത് പിന്നത്തേക്കല്ല ഇപ്പോഴത്തേക്കാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അപ്പോൾ ആ സ്നേഹം പ്രകടിപ്പിക്കൂ എന്നാണ് ഇന്ന് പറയുന്നത് കിങ് ഓഫ് കപ്സ്. എല്ലാവരോടും ഒരു പ്രത്യേക സ്നേഹമൊക്കെ ആയിരിക്കും ഇന്നത്തെ ദിവസം ഉള്ളത്. പേജ് ഓഫ് സോർട്സ്, നിങ്ങൾ മുൻപ് ഒരു ബാക്ക് സ്റ്റാബിങ് കിട്ടിയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളാണ്, ഒരു പ്രണയ നൈരാശ്യം വന്നിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളെ പറ്റിച്ചിട്ടുള്ള ആളാണ്, അതല്ലെങ്കിൽ ഹെൽത്ത് വൈസ് നിങ്ങൾ വീണ് പോയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കാം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങളിപ്പോൾ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി മുമ്പോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ പാസ്റ്റിലത്തെ ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ആലോചിക്കും, വേണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം ഒന്നുകൂടെ ആലോചിക്കും. അപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം അനുകൂലമാണോ എന്ന് എല്ലാ രീതിയിലും ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. അതാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത്. അതായത് പാസ്റ്റിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, അതിനുശേഷം മാത്രമേ നമ്മൾ മുന്നോട്ടൊരു ചുവട് വെക്കാൻ പാടുള്ളൂ എന്നാണ് പേജ് ഓഫ് സോർട്സ് പറയുന്നത്. ഇതൊരു തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. അപ്പോൾ തീരുമാനം എടുക്കാൻ നിങ്ങൾ റെഡിയാകുമ്പോൾ
കൃത്യമായിട്ട് ആലോചിച്ച് മുമ്പുണ്ടായ പാഠത്തിൽ നിന്ന് ഉൾക്കൊണ്ടുള്ള അതായത് അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകാൻ പാടുള്ളൂ. പിന്നെ കുറച്ച് പേരൊക്കെ റിസ്ക് എടുക്കാനായിട്ട് കാണുന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് എന്തൊക്കെയോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, പുതിയൊരു തുടക്കമാണ്, പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അതൊക്കെയാണ് പേജ് ഓഫ് സോഡ്സ് പറയുന്നത് കേട്ടോ. ദെൻ നൈറ്റ് ഓഫ് വാണ്ട്സ് വളരെ പാഷനേറ്റ് ആണെന്നുള്ളതാണ്. വളരെ പാഷനേറ്റ് ആണ്, ചെയ്യുന്ന ജോലിയിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുന്നു, വേഗത്തിൽ ചെയ്യുന്നു, ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിലുള്ളൊരു ഫയർ എനർജി, നമുക്ക് നല്ല ആത്മവിശ്വാസമോ അല്ലെങ്കിൽ നമുക്ക് വളരെ കഴിവുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു എനർജി എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളെക്കാൾ ഉയർന്ന എനർജിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒരു സാഹചര്യം ഇന്ന ദിവസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ക്വിക്കായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരെക്കാൾ സ്പീഡിൽ നമ്മളായിരിക്കും ചാടി പുറപ്പെടുന്നത്. ആ ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് വാണ്ട്സ് പറയുന്നത്. പിന്നെ എപ്പോഴും ഈ ചാടി എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല, അതുകൊണ്ട് എപ്പോഴും തീരുമാനം എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഒരു വട്ടം ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചേക്കണം, ഇത് ഇങ്ങനെ പോയാൽ അതിൻ്റെ അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ അത് അതിൻ്റെ ഒരു എൻഡിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ധാരണ പിടി കിട്ടും. നെക്സ്റ്റ് കാർഡ് ഹെർമിറ്റാണ്. അപ്പോൾ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ പേഴ്സണെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്, അവരിൽ നിന്നൊരു ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട്, അതാണ് പറയുന്നത്. അതുപോലെ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുക, ഒരു മൂഡ് സ്വിങ്സ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇരുന്നിരിപ്പിൽ കരച്ചിൽ വരിക, മൂഡ് സ്വിങ്സ് വരിക, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴക്കുകൾ ഉണ്ടാവുക, അതൊക്കെയാണ് ഹെർമിറ്റ് പറയുന്നത്. അതായത് ഒരു സ്റ്റക്നെസ് ആണ്. അതായത് നമ്മളിലേക്ക് തന്നെ ആത്മപരിശോധന ചെയ്യുക, നമ്മളെ തന്നെ നോക്കുക, ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ഇങ്ങനെ പോയാൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നല്ലതിനാണോ എന്നൊക്കെ നമ്മൾ ആത്മപരിശോധന ചെയ്യുന്നതാണ്. അതുപോലെ നമ്മളൊരു ഗുരുവിനെ അന്വേഷിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയ ഗുരു വന്നു ചേരുന്നതാവാൻ സാധ്യതയുണ്ട്. നമ്മളും മറ്റുള്ളവർക്ക് ഗുരു ആവുന്നതാവും. അപ്പോൾ മറ്റുള്ളവർ നമ്മുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഉപദേശം സ്വീകരിക്കുന്നതോ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുന്നതോ മാത്രമല്ല നമ്മൾ മറ്റൊരാളിൽ നിന്ന് ഉപദേശം സ്വീകരിക്കുന്നതോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു ഗൈഡൻസിൻ്റെ ഒക്കെ എനർജിയാണത്. ഗൈഡൻസ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് 10 ഓഫ് സോഡ്സ് ആണ്. 10 ഓഫ് സോഡ്സ് ഒരു കാർമിക് സിറ്റുവേഷൻ എന്താവുന്നു, വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെയാണ് ഡെത്ത് കാർഡ് പറയുന്നത്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു, നിങ്ങളുടെ ഒരു കാർമിക് സിറ്റുവേഷൻ, ഒരു കാർമിക് ചക്രം നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നു എന്നുള്ളതാണ്. 10 ഓഫ് സോഡ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോകുന്നതായിരിക്കാം, ജോലി നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കാം, സർജറിയൊക്കെ നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് സർജറി നടത്തുന്നതായിരിക്കും. ഇവിടെ വന്നേക്കുന്ന കാർഡെന്ന് പറയുന്നതേ 10 ഓഫ് സോഡ്സിൻ്റെ ക്ലാരിറ്റി എടുത്തപ്പോൾ വന്നത് 4 ഓഫ് സോഡ്സും പേജ് ഓഫ് പെൻറ്റക്കിൾസുമാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സർജറിയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസോ ഒക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പണമാണ് നമ്മളെ ബോധർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ പണം നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് ചിലപ്പോൾ നമുക്ക് പണം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ആളുകളുടെ ഭാഗത്തു നിന്നൊരു ഹെൽപ്പ് കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാകുന്നൊരു പെയിൻ ഉണ്ടല്ലോ, ആ ഒരു പെയിൻ അതൊരു കാർമിക് സിറ്റുവേഷൻ ആണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ചില ആളുകളെ അവർ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ അവർ നമ്മുടെ എന്തെല്ലാമോ ആണ്, അവർ നമ്മളെ ഏതവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരാളില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അങ്ങനെ നമ്മളോട് വളരെ ചുരുക്കം ചിലർ മാത്രമാണ് നമ്മുടെ സാഹചര്യം മനസ്സിലാവുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്ത നമുക്കൊരു വിദൂരതയിൽ പോലും നമ്മുടെ ചിന്തയിലില്ലാത്ത ചില മനുഷ്യരായിരിക്കും ചിലപ്പോൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചില വിഗ്രഹങ്ങൾ ഉടയുന്നതാണ്. അതായത് നമ്മൾ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഹെൽപ്പ് കിട്ടാതെ വരുന്നൊരു എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബാക്ക് പെയിനോ അല്ലെങ്കിൽ കാലുവേദനയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പെയിൻ ഉണ്ടെങ്കിൽ പ്രത്യേകം നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഹോസ്പിറ്റലിൽ പോകുമ്പം പണം കയ്യിൽ കരുതുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ പൈസ ചിലപ്പോൾ ആകാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആയുധങ്ങൾ കൊണ്ട് മുറിവേൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നൈറ്റ് ഓഫ് വാണ്ട്സ് പറഞ്ഞാൽ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നതൊക്കെയാണ്. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക, പ്രത്യേകിച്ചും ഇന്ന് വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഹോസ്പിറ്റൽ കേസുകൾ വരുവാണെങ്കിൽ, നെഗറ്റീവ് പറയുമല്ല, ഹോസ്പിറ്റൽ കേസുകൾ വരുവാണെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോകണം. പൈസ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് പോകാതിരിക്കരുത്. എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു സഹായം വന്ന് കിട്ടിക്കോളും. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ചിലപ്പോൾ കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ഉള്ള ഒരു വഴി ദൈവം എന്തായാലും കാണിച്ചു തരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു കാർഡ് വന്നേക്കുന്നത്. അപ്പോൾ
രാവിലെ ഇങ്ങനെ ഇരുന്ന് നെഗറ്റീവ് വായിച്ചു എന്നൊന്നും പറയരുത്. നെഗറ്റീവ് കാർഡ് വന്നാൽ നെഗറ്റീവ് വായിക്കുകയെന്ന് നിവർത്തിയുള്ളൂ കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു സോ മച്ച്.